സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. തീർച്ചയായിട്ടും ഈ മുന്നറിയിപ്പുകൾ ആരും അവഗണിക്കരുത്. കൃത്യമായി പറയുന്ന സ്ഥലങ്ങളിലെ മുന്നറിയിപ്പുകൾ, ജാഗ്രതകൾ ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അതായത് ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥ നൽകുന്ന മുന്നറിയിപ്പ്. നമുക്കറിയാം, ഈ പല മുന്നറിയിപ്പുകളും നമ്മൾ അവഗണിക്കുകയും പിന്നീട് ലേബർ ക്യാമ്പുകളിലേക്ക് പോകാൻ മടിക്കുകയും പിന്നീട് നമ്മുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം സർക്കാർ നേരത്തെ തന്നെ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകാനോ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാനോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്, കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്നൊക്കെ മാറി താമസിക്കണം എന്ന കൃത്യമായ മുന്നറിയിപ്പ് നൽകും. പക്ഷെ പലരും സ്വാഭാവികമാണ്, ഈ ജീവജാലങ്ങളൊക്കെ ഉള്ളവർ, ഈ പശു, ആട്, കോഴിയൊക്കെ ഉള്ളവർ അതിനെയൊക്കെ എന്ത് ചെയ്യുമെന്നുള്ളൊരു ആശങ്ക, വീട് വിട്ടു പോകാനുള്ള ഒരു മടി, ഇതൊക്കെ കാരണം പലരും പോകാൻ മടിക്കും. അങ്ങനെയാകുമ്പോൾ ശക്തമായ മഴ പെയ്യുമ്പോൾ, ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് തീർച്ചയായും മഴയെ നിസ്സാരമായി കാണരുത്. കാരണം പ്രത്യേകിച്ച് 2 പ്രളയങ്ങൾ അഭിമുഖീകരിച്ചവരാണ് കേരളത്തിലുള്ളവർ, 2018-ലും 2021-ലും. അപ്പോൾ ഒരു മഴ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് പ്രളയത്തിൻ്റെ ആ വലിയ ദുരന്ത ദിവസങ്ങളായിരിക്കും. അപ്പോൾ പ്രളയം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ സമയത്തൊക്കെ മത്സ്യത്തൊഴിലാളികളും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും പോലീസ് അടക്കം ഉള്ളവർ നമ്മളോടൊപ്പം ചേർന്ന് നിന്നതുകൊണ്ടാണ്, നമ്മളെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് ഒരു പരിധി വരെയൊക്കെ നമുക്ക് കൈവിട്ട് പോയതെല്ലാം തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് ജീവൻ നിലനിർത്താനും ഒക്കെ കഴിഞ്ഞത് എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇനിയും അത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായാൽ അവർ മുന്നിട്ട് നിൽക്കും. നമ്മൾ മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ എങ്കിൽ പോലും ചില സമയങ്ങളിൽ ജാഗ്രതകൾ പാലിക്കാത്തവർ സ്വയമേ വരുത്തി വെക്കുന്ന ചില ദുരന്തങ്ങളുണ്ട്. അതിനെ നമുക്കൊന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ തീരദേശത്ത് താമസിക്കുന്നവരും മലയോര പ്രദേശത്ത് താമസിക്കുന്നവരും ഒക്കെ, ഉരുൾപൊട്ടൽ മേഖലകളിൽ താമസിക്കുന്നവരും ഒക്കെ ജാഗ്രതാ നിർദ്ദേശം പാലിച്ച് മുന്നോട്ട് പോകണം. സർക്കാർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി, പ്രത്യേകിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന മുന്നറിയിപ്പുകൾ ഗൗരവത്തോടെ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഒരു ജില്ലയിലും പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പില്ല. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഈ കാറ്റ് വീശുമ്പോൾ ഈ ലൈൻ കമ്പിയൊക്കെ പൊട്ടി താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ അതിലേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഈ ലൈൻ കമ്പി പൊട്ടി കിടക്കുകയൊക്കെ ചെയ്യും. നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ മീൻ പിടിക്കാനോ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ചാടാനോ ഒക്കെ ശ്രമിക്കും. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നിങ്ങൾ അതിൽ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. ഈ മഴവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ പലരും ഈ മീൻ പിടിക്കാനായി ഈ കടലിൽ പോകുന്നതല്ല, അല്ലാതെ ഈ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളിലൊക്കെ മീൻ പിടിക്കാനായിട്ട് പോകുന്നൊരു ഇത് കാണാറുണ്ട്. അപ്പം അത്തരത്തിൽ പോകുന്നവരൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുക. കാരണം മഴ എന്ന് പറയുന്നത് ശക്തമായി പെയ്തു കഴിഞ്ഞാൽ വെള്ളത്തെ നമുക്ക് ഒരിക്കലും തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കൃത്യമായി പോയില്ല എങ്കിൽ ഒരുപക്ഷെ വലിയ അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകാം എന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതുകൊണ്ട് എല്ലായിടങ്ങളിലും മഴയുണ്ടാകും, ശക്തമായ മഴയുണ്ടാകും. പ്രത്യേകമായ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നില്ല. കാരണം അത്രത്തോളം ജാഗ്രത പാലിക്കേണ്ട തരത്തിലുള്ള ഒരു മഴ ആയിരിക്കില്ല വരുന്നത് എന്നാകാം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ ലക്ഷദ്വീപ് ഭാഗങ്ങളിലേക്ക് മീൻ പിടിക്കാൻ പോകുന്നവർ പോകരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് അവഗണിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ പോകരുത്. കാരണം ഒരിക്കൽ നമ്മളെ രക്ഷിച്ച മത്സ്യത്തൊഴിലാളികളാണ്
കേന്ദ്രം ഒരു എന്താ പറയുക പലപ്പോഴും കൃത്യമായി കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമ്മളോട് അത് പങ്കുവയ്ക്കുമ്പോൾ നമ്മളത് നിസ്സാരവൽക്കരിക്കുക. ഒരു ചെറിയ മഴയല്ലേ അതങ്ങ് പൊക്കോളും, അതെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് നിന്നോളും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ മഴയ്ക്ക് എപ്പോഴാണ് ശക്തി പ്രാപിക്കുന്നത്, അതിന് പിന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടാകാം, ചിലപ്പോൾ ഡാമുകൾ നിറഞ്ഞൊഴുകാം. ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പരിസരത്തൊക്കെ താമസിക്കുന്നവരുടെ ഒരു ആശങ്ക ഭയങ്കര വലുതായിരിക്കും. കാരണം മുല്ലപ്പെരിയാർ ഡാം പൊട്ടാനുള്ള സാധ്യതയുണ്ടോ, അതിന് വിള്ളൽ വീഴാനുള്ള സാധ്യതയുണ്ടോ, ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെ വലിയ രീതിയിലുള്ള ചോദ്യങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആ സമയത്ത് ഈ മഴക്കാലമാകുമ്പോൾ അവരെയൊക്കെ മനസ്സിലെ ഒരു എന്താ പറയുക ഒരു തീയെന്ന് പറയുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയുന്നതല്ല, അത്രത്തോളം. കാരണം നമ്മൾ അവിടെ പോയി അവരോടൊക്കെ സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം എന്താണ് ഈ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ മനസ്സിലുള്ള. കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ പോയാൽ തിരിച്ചു വരുന്നത് വരെ അവർക്ക് പേടിയെന്നാണ് പറയുന്നത്. കാരണം മക്കളെ കാണാൻ കഴിയില്ലേ, തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഉള്ളൊരു വല്ലാത്ത ആശങ്കയും പേടിയും അവർക്കുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മഴയുടെ വാർത്തയല്ലേ, ഇതെപ്പോഴും പറയുന്നത് പോലെയല്ലേ എന്നൊക്കെ കരുതിക്കൊണ്ട് നമ്മൾ പലപ്പോഴും മഴയുടെ ഈ വാർത്തകളോ കാലാവസ്ഥ കേന്ദ്രങ്ങൾ പറയുന്ന കാര്യങ്ങളോ നമ്മൾ അങ്ങനെ വലിയ രീതിയിൽ അത് കേൾക്കാറില്ല. വലിയ മഴയൊക്കെ പെയ്ത് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ 24 മണിക്കൂറും TV മുമ്പിൽ ഇരിക്കുക എന്താണെന്ന് അറിയാൻ. അല്ലാതെ ഒരു ഒറ്റപ്പെട്ട മഴ, ചെറിയ മഴ, ശക്തമായ മഴ എന്നൊക്കെ പറയുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു ജാഗ്രതയൊന്നും ആളുകളിൽ കാണാറില്ല. കഴിഞ്ഞ ദിവസം തന്നെ കൊച്ചിയിൽ എവിടെയാണ് ഗൂഗിൾ മാപ്പ് നോക്കി പോയ ഒരാൾ ചെന്ന് വീണത് ഒരു വലിയ കനാലിലാണ്. അതായത് ഈ പിന്നെ വെള്ളക്കെട്ട് നടക്കുന്ന ഒരു വലിയ കുഴിക്കകത്താണ് ചെന്ന് വീഴുന്നത്. അപ്പോൾ ആ കുഴിക്ക് കുറച്ച് ആഴമുണ്ടായിരുന്നുവെങ്കിൽ ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതുപോലെയാണ്. കാരണം കൊച്ചിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ കൊച്ചിയൊക്കെ വെള്ളത്തിനടിയിലാവുന്ന ഒരു അവസ്ഥയാണ്. പലയിടത്തും ഈ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നു. അവിടെ കുഴികളുണ്ടോ എന്താണ് എന്ന് നമുക്കറിയില്ല. വാഹനം ഓടിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ഭയം, അല്ലെങ്കിൽ വാഹനം ഓടിച്ചു കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. റോഡൊക്കെ വെള്ളത്തിനടിയിലാകും. ആ ഒരു അവസ്ഥയാണ്. പിന്നെ മറ്റൊരു പ്രതിഭാസം നമ്മൾ ഈ മഴയത്ത് കാണുന്നത്, മഴ സമയത്താണ് റോഡ് ടാറിടുന്നത്. അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ്. മഴ പെയ്യുന്ന സമയത്ത് റോഡ് ടാറിടും. അതിൻ്റെ ഒരു ടെക്നോളജി എന്താണ്, സാങ്കേതികത്വം എന്താണെന്നൊന്നും നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഈ മഴ പെയ്യുമ്പോൾ ടാറിടുമ്പോൾ ടാറ് പെട്ടെന്ന് ഉറയ്ക്കാൻ വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ആളുകൾ പ്രതിഷേധിച്ചുകൊണ്ട് ആ ടാറിംഗ് പരിപാടികളൊക്കെ നിർത്തിവെക്കുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മൾ പോകുന്നതൊക്കെ കണ്ടു. എന്തായാലും ഈ മഴയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇത്തരം കാറ്റുകൾ വീശുമ്പോഴൊക്കെ മരങ്ങൾ ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വീടിന് മുകളിലേക്കായിരിക്കും ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടിമിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മാക്സിമം ഈ പിന്നെ എന്താ പറയുക TV, പിന്നെ മിക്സി അതുപോലുള്ള പിന്നെ ഉപകരണങ്ങൾ, വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊന്നും നിങ്ങൾ നിസ്സാരമായി കാണരുത്. ഇതൊക്കെ എപ്പോഴും പറയുന്നതല്ലേ, എന്തിനാണ് പിന്നെയും പറയുന്നത്, ഇതൊക്കെയാണോ വാർത്ത എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെയാണ് വാർത്ത. മറ്റെന്തിനേക്കാളിലും ഒരു ഇപ്പം നമുക്കറിയാം 2018 പ്രളയം ഉണ്ടായപ്പോൾ മറ്റെന്തിനെ മാറ്റിവെച്ച് നമ്മൾ ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ്. ഒരു മഴ പെയ്തതിൻ്റെ പേരിലാണ്. അപ്പോൾ അത് മഴയെന്ന് പറയുന്നത് നമ്മൾ അതീവ ജാഗ്രതയോടെയും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനാണ്. ഭയപ്പെടുത്താൻ പറയുന്നതല്ല. ഭയത്തിനപ്പുറം നമുക്ക് ജാഗ്രതയാണ് വേണ്ടത്. ജാഗ്രത പുലർത്തിക്കൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്ന മുന്നറിയിപ്പുകളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക.